തിരുവനന്തപുരം പാലോട് ആത്മഹത്യ ചെയ്ത നവവധു ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നു. രശ്മി, നവവധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ആണ് ഇപ്പോൾ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. അതായത് ഇന്ദുജയുടെ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ടല്ലോ. ഈ നവവധുവിൻ്റെ അച്ഛൻ ഈ കുട്ടിയുടെ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ രശ്മി കാർത്തിക. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ കിടപ്പുമുറിയിൽ ഇന്ദുജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കവിളിൽ അടിയേറ്റ പാടുണ്ടായിരുന്നതായി ബന്ധുക്കളും പറയുന്നുണ്ട്. ഇന്ദുജ ജോലിക്ക് പോകുന്നതിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്ക് എതിർപ്പുള്ളതായി തന്നെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ നിരന്തരം മർദ്ദിച്ചിരുന്നതായി വീട്ടുകാരുടെ മൊഴിയിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷമായി ഇന്ദുജയും അഭിജിത്തും പ്രണയത്തിലായിരുന്നു. 3 മാസം മുൻപാണ് ഇവർ വിവാഹം കഴിച്ചത്. ഇന്ദുജയുടെ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വിവാഹം. തിരുവനന്തപുരം വഞ്ചൂരിലെ സ്വകാര്യ ലാബ് ജീവനക്കാരിയായിരുന്നു ഇന്ദുജ. വിനോദ്. തീർച്ചയായും യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇൻക്വസ്റ്റിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. പാലോട് ആത്മഹത്യ ചെയ്ത നവവധു ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.